നമസ്കാരം. കേട്ടൻ സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് രാവിലെ ശിശുവികാസവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ MCQസും നേരത്തെ അപ്ലോഡ് ചെയ്തായിരുന്നു. അത് കണ്ടതിൻ്റെ ശേഷം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും. ഇനി മൂന്നാമത്തെ ക്ലാസ്സാണിത്. വികാസ തത്വങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ DLEDൻ്റെ സെമിസ്റ്റർ 1 പേപ്പർ 101 സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ശിശുവികാസം എന്ന ചാപ്റ്ററിലെ വികാസ തത്വങ്ങളെക്കുറിച്ചാണ്. വികാസ തത്വങ്ങൾ പ്രധാനമായിട്ട് 2 രീതിയിലാണുള്ളത്. അതായത് സ്ഥൂല പേശി വികാസവും സൂക്ഷ്മപേശി വികാസവും, ഫൈൻ മോട്ടേഴ്സും ഗ്രോസ് മോട്ടോർ വികാസവും. സ്ഥൂല പേശി വികാസം എന്ന് പറയുന്നത് വലിയ പേശികളുടെ ചലനം, അതുവഴി ഓട്ടവും ചാട്ടവും ഒക്കെ സാധ്യമാകുന്നു. സൂക്ഷ്മപേശി വികാസം എന്ന് പറയുന്നത് ചെറിയ പേശികളുടെ പ്രവർത്തനമാണ്. ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ 3, 4, 5 വയസ്സുള്ള കുട്ടികളുടെ പ്രത്യേകതയാണ് ഈ 3 സ്ലൈഡുകളായിട്ട് നോക്കാൻ പോകുന്നത്. ഇതിന് ശേഷം ഇതിൻ്റെ ഒരു ടേബിൾ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഞാൻ വായിച്ചു പോവാം. സ്വതന്ത്രമായി ഓടുവാനും പടികൾ കയറി ഇറങ്ങാനും കഴിയുന്നു. 3 വയസ്സുകാരൻ്റെ പ്രത്യേകതയാണിത്. മുച്ചക്ര വണ്ടികൾ ചവിട്ടാൻ താല്പര്യം കാണിക്കുന്നു. വസ്ത്രത്തിലെ ബട്ടണുകൾ ഇടാനും ഷൂ അഴിക്കാനും പ്രാപ്തനാക്കുന്നു. ലഭിക്കുന്ന ശേഷികൾ ഉപയോഗിക്കാൻ തടസ്സം നിൽക്കുന്നത് ഇഷ്ടമല്ല. അതേപോലെ അവരുടെ ഭാഷാവികാസം പൂർണ്ണവാക്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. 3 വരെയുള്ള വസ്തുക്കൾ എണ്ണാൻ കഴിയുന്നു. കഥകൾ കേൾക്കുവാനും പറയുവാനും താല്പര്യം. ചിത്രങ്ങൾ നോക്കി കഥ പറയാനും ശ്രമിക്കും. അതേപോലെ സമപ്രായക്കാരുടെ കളി നിരീക്ഷിച്ച് തനിയെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. കളിപ്പാട്ടം പങ്കുവെക്കില്ല. തനിയെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് 3 വയസ്സുകാരുടെ പ്രത്യേകത. അടുത്തതെന്ന് പറയുന്നത് 4 വയസ്സുകാരാവുമ്പോൾ കത്രിക ഉപയോഗിച്ച് പേപ്പർ മുറിക്കാൻ കഴിയുന്നു. പെൻസിൽ, ക്രയോൺ എന്നിവ കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യും. ചതുരം വരയ്ക്കാനും മനുഷ്യരൂപത്തിൽ കൂടുതൽ അവയവങ്ങൾ ചേർക്കുവാനും ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കഴിയുന്നു. അതേപോലെ അവരുടെ സ്വഭാവ രീതിയാണ് ഇനി കൊടുത്തേക്കുന്നത്. ഒറ്റക്കാലിൽ നിൽക്കുവാനും ചാടുവാനും ശ്രമിക്കുന്നു. ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങുന്ന ഘട്ടമാണിത്. കഥകൾ വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യം കാണിക്കും. മറ്റുള്ള കുട്ടികളുമായി ചേർന്ന് കളിക്കാൻ തുടങ്ങുന്നു. ടോയ്ലറ്റിൽ സ്വയം പോകുവാനുള്ള ശേഷി ഇവിടെ ആർജിക്കുന്നു. ഇനി 5 വയസ്സുകാരാണ്. വള്ളിച്ചാട്ടം ചാടുവാനുള്ള ശേഷി ആർജിക്കും. ത്രികോണം വരയ്ക്കാൻ കഴിയുന്നു. സ്വന്തമായി വസ്ത്രം ധരിക്കാനും അഴിക്കുവാനും കഴിയുന്നു. മനുഷ്യരൂപം കൂടുതൽ പൂർണ്ണമായി ഇവർ വരയ്ക്കുന്നു. ചിത്രങ്ങൾ വരച്ച് നിറം കൊടുക്കുന്നത് പ്രധാന പ്രവർത്തനമാകുന്നു. 5 വയസ്സുകാരുടെ പ്രത്യേകതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവരുടെ പങ്കുവെക്കൽ രീതിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. കളിപ്പാട്ടങ്ങൾ കൂട്ടുകാർക്ക് നൽകുവാനും അവരുമായി സഹകരിക്കുവാനും പഠിക്കുന്നു. സാങ്കല്പിക എഴുത്ത്. അക്ഷരങ്ങൾ അറിയില്ലെങ്കിലും സാങ്കല്പികമായി എഴുതുവാനും വായിക്കാനും അവർ ശ്രമിക്കും. ഇത് കഴിഞ്ഞ് അവർ നേരെ എന്ത് ചെയ്യാൻ പോവാണ്? സ്കൂളിലോട്ട് പ്രൈമറി വിദ്യാഭ്യാസത്തിന് തയ്യാറാകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ അവരുടെ ഓരോ വികാസവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് പോവാം. ചാലക വികാസ തത്വങ്ങൾ. ആദ്യത്തേതാണ് നമ്മൾ നോക്കുന്നത് ശിരോപാദ തത്വം. അതേപോലെ സ്ഥൂലം, സൂക്ഷ്മം. ശിരോപാദം എന്ന് പറയുന്നത് ശിരോഭാഗത്തിൽ നിന്ന് പാദങ്ങളിലേക്ക് എന്ന ക്രമം നടക്കുന്നു. തല, കഴുത്ത്, ഉടൽ, പാദം. സ്ഥൂലം, സൂക്ഷ്മം എന്ന് പറയുന്നത് വലിയ പേശികളുടെ ചലനത്തിൽ നിന്ന് ചെറിയ പേശികളുടെ വികാസം നീങ്ങുന്നു. വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അടുത്തത് ഊർജ്ജവിനിമയമാണ് കൊടുത്തേക്കുന്നത്. അധിക ഊർജ്ജവിനിമയത്തിൽ നിന്ന് ലഘു പ്രയത്നത്തിലേക്കുള്ള മാറ്റം വികാസത്തിൻ്റെ ലക്ഷണമാണ്. പാർശ്വതത്വം എന്ന് പറഞ്ഞാൽ 2 ഭാഗങ്ങളും ഒരേപോലെ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി ഒരു ഭാഗത്തിന് മുൻതൂക്കം നൽകുന്നു. ഇനി വിളംബിത ചാലക വികാസം എന്ന് പറയുന്നത് ഡിലേ വരുന്നതിൻ്റെ കാരണം. ഒരു കുട്ടിക്ക് ഒരു വികാസം നടക്കാത്തതിൻ്റെ കാരണമാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ ഒന്നാമത് അനാരോഗ്യമാവാം, അഭ്യാസക്കുറവാവാം, തടിച്ച ശരീരം, ബുദ്ധിവികാസത്തിലെ കുറവും, അഭിപ്രേരണരാഹിത്യം. ഇവ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിലേ വരാൻ സാധ്യതയുണ്ട്. വികാസവും കളിയും. കുട്ടികളുടെ ആരോഗ്യത്തിനും നാഡീവ്യൂഹത്തിനും വളർച്ചയ്ക്കും കായിക പ്രവർത്തനം അനിവാര്യമാണ്. അപ്പോൾ അതിലൂടെ പേശിയുടെ ദൃഢത വർദ്ധിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളുടെ വികാസം ദ്രുതഗതിയിലാകുന്നു. കൈകളുടെയും കാലുകളുടെയും ഏകോപനം മെച്ചപ്പെടുന്നു. പിന്നെ ഇവരുടെ വൈകാരിക വികാസമാണ് കൊടുത്തേക്കുന്നത്. ശിശുക്കളുടെ വികാരം പെട്ടെന്ന് വരികയും പെട്ടെന്ന് മാറുകയും ചെയ്യുന്നു.
അവരുടെ തങ്ങളുടെ വികാരങ്ങൾ ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല, പ്രവൃത്തികളിൽ പ്രകടമായി കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു സവിശേഷതയാണ് ഇനി ഇവിടെ കൊടുത്തേക്കുന്നത് ക്ഷണികത. അതായത് വികാരങ്ങൾ അല്പനേരത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. തീവ്രത എന്ന് പറയുന്നത് നിസ്സാര സാഹചര്യങ്ങളിൽ വികാരം തീവ്രമായി പ്രകടിപ്പിക്കും. കുറയ്ക്കാനോ മോഡറേറ്റ് ആയിട്ട് നിർത്താനോ അവർക്കറിയില്ല. അവർ ഒന്നിൽ ഏറ്റവും മാക്സിമം രീതിയിലായിരിക്കും ഏത് കുഞ്ഞു കാര്യത്തിനും പെരുമാറുന്നത്. ചഞ്ചലത, പെട്ടെന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വികാരം മാറിപ്പോകുന്നു. ആവൃത്തി, ഒരേ ദിവസം തന്നെ പല തവണ വികാരങ്ങൾ ആവർത്തിക്കാം. ഇന്ന് കരഞ്ഞു എന്ന് വിചാരിച്ച് വീണ്ടും കരയാതിരിക്കില്ല. 3-4 പ്രാവശ്യം കരഞ്ഞാൽ വീണ്ടും ഒരവസരം കിട്ടിയാൽ അവരതും തന്നെ വീണ്ടും ചെയ്യും. ഇനി പ്രധാന വികാരങ്ങൾ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. ഭയം, ആകുലത, കോപം. ഭയം, ശബ്ദം, ഇരുട്ട്, അപരിചിതർ എന്നിവ ഭയത്തിന് കാരണമാകും. 2 മുതൽ 6 വയസ്സ് വരെ ഇത് കൂടുതലാണ്. ഇനി ആകുലത എന്ന് പറയുന്നത് ഭയത്തിൻ്റെ സാങ്കല്പിക രൂപമാണ്. ചിന്തകളിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ഒരു വസ്തുവോ വ്യക്തിയോ വേണമെന്നില്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ആകുലത. കോപം, ആഗ്രഹങ്ങൾ തടയുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ്. അടിച്ചും ചവിട്ടിയും പ്രകടിപ്പിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഉണ്ട്, അത് ഒന്ന് റെഫർ ചെയ്യണം. ഓക്കെ. ഇനി അസൂയ, തനിക്ക് കിട്ടേണ്ട പരിഗണന മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നു. ജിജ്ഞാസ, ലോകത്തെക്കുറിച്ച് അറിയാനുള്ള തീവ്രമായ ആഗ്രഹം. ആനന്ദം, സന്തോഷത്തിൻ്റെ ഉയർന്ന തലമാണ്. പുഞ്ചിരിയിലൂടെ ഇത് പ്രകടമാകുന്നു. സ്നേഹം, സുരക്ഷിതത്വം നൽകുന്നവരോടുള്ള അടുപ്പമാണ്. ഇനി കാതറിൻ ബ്രിഡ്ജസിൻ്റെ കണ്ടെത്തലുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ശിശു വികാരങ്ങളെക്കുറിച്ചിട്ടും വികാസത്തെക്കുറിച്ചും പഠിച്ച മനഃശാസ്ത്രജ്ഞയാണ് കാതറിൻ ബ്രിഡ്ജസ്. പ്രധാനമായിട്ട് ഇവർ തിരിച്ചയക്കുന്നത് നമുക്ക് നോക്കാം. നവജാത ശിശു, അവരിലുള്ള വൈകാരികതയാണ്, എക്സൈറ്റ്മെൻറ്റ് മാത്രമാണ് അവരുള്ളത്. 3 മാസമാകുമ്പോൾ അസ്വാസ്ഥ്യം, ഉല്ലാസം മാത്രമാകുന്നു. 12 വയസ്സുമാകുമ്പോൾ പ്രിയവും പ്രകർഷവും. 24 മാസമാകുമ്പോൾ ആനന്ദവും ഈർഷ്യയും. ഇതാണ് കാതറിൻ ബ്രിഡ്ജസിൻ്റെ ചാർട്ടുണ്ട്. അത് പിന്നീട് ഒരു ദിവസം എൻ്റെ ക്ലാസ് നമുക്ക് എടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പങ്കാണ്. ഒരു മാതൃക നൽകുകയാണ് വേണ്ടത്. മുതിർന്നവർ വൈകാരിക നിയന്ത്രണം പാലിക്കുന്നത് കുട്ടികൾക്ക് വലിയ മാതൃകയാകുന്നു. സാമൂഹികത, ഗ്രൂപ്പ് കളികളിൽ പ്രോജക്റ്റിൽ എന്നീ വൈകാരിക വികാസം സാധ്യമാകുന്നു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇനി നമ്മൾ അടുത്ത ദിവസം നോക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു 30 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു സീരീസ് ഇപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും കവറാവുന്നതാണ്. അപ്പോൾ അത് വീഡിയോ കാണുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സ് മുഖേന ചോദിക്കുകയാണെങ്കിൽ വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.